പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. ഞങ്ങൾ എന്നുള്ളത് ചെമ്മാട് ആമിയ എന്ന് പറഞ്ഞ ജ്വല്ലറിയിലാണ് കേട്ടോ. ഇന്നിവിടെ നമ്മളെ കുട്ടികളെ കാതുകുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഇന്ന്. ഞങ്ങളാണ് നേരത്തെ എത്തിയത്, പക്ഷേ കാതുകുത്താനുള്ള ടീം എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി രണ്ടാളും എല്ലാവരും ചെന്ന് കൈയൊക്കെ കൊടുത്ത് ഉമ്മൊക്കെ തന്ന് നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പച്ചാണ് ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിക്കണ്ടായിരുന്നു. കണ്ണനായിരുന്നു ഫോട്ടോഗ്രാഫർ, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് രണ്ടാളും പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൻക്കറിയാം ഇവരെ എങ്ങനെ നിർത്തണം എന്ന്. രണ്ടാളും പിടിച്ചാൽ കിട്ടൂല, കുറച്ച് സീനാണ്. അതുകൊണ്ടാണ് ഈ പോസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണോ അറിയില്ല, ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ ഓരോ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണല്ലോ ഇതിൽ മെയിൻ. അതുകൊണ്ട് തന്നെ ഞാനും കണ്ണനും നേരെ ജ്വല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവരെല്ലാവരും ആണെങ്കിൽ വീഡിയോക്ക് വേണ്ടി സ്ലോ മോഷനിൽ ഇങ്ങനെ കയറി വന്നും ചെയ്തു. ഇതാണ് കേട്ടോ കാത് കുത്താനുള്ള കമ്മല്. നല്ല രസമുണ്ടായിരുന്നു രണ്ടും. ഓരോട് രണ്ടാളോട് പേടിയുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണിത്. പേടിയുണ്ടോ? പേടിയുണ്ട്? പേടിക്കൊന്നും വേണ്ട. അങ്ങനെ കാത് കുത്താനുള്ള പരിപാടി ഏകദേശം തുടങ്ങാനായിട്ടോ. ഇതിങ്ങനെ ഓരോ ചെവിമ വന്നിട്ട് മാർക്ക് ചെയ്യണതാണ് മണി. അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ചെയ്യുന്നു കേട്ടോ. എല്ലാവരും ഇവർ രണ്ടാൾ കരയെന്ന് വിചാരിച്ചിട്ട് നല്ല ആകാംക്ഷയോടെ കാത്തുനിൽക്കുന്നത്. പക്ഷെ സംഭവിച്ചത് ഇതാണ്, എല്ലാവരും കണ്ടോളിട്ടോ ലാസ്റ്റ് വരെ. അങ്ങനെ ഇവൻ ആ മെഷീനും കൊണ്ട് എത്തി. ഒരു സീനില്ലാതെ നല്ല കൂളായിട്ടാണ് ആയിഷ ഇരുന്ന് കൊടുത്തത്. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പാത്തുവാണെങ്കിൽ ഭയങ്കര പേടിയിലായിരുന്നു ഇരുന്നത്. പടച്ചറപ്പെ കാത്തോളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശ ഇരുന്നത്. പക്ഷെ ഓളും ഭയങ്കര കൂളായിട്ട് കരയാതെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. കണ്ടപ്പോൾ ഒരു പാവം തോന്നി. പിന്നെ വീണ്ടും മിററിൻ്റെ അടുത്ത് പോയിട്ട് രണ്ടാളും ഫോട്ടോഷൂട്ട് തുടങ്ങി. പിന്നെ ലഡു വിതരണമായിരുന്നു. രണ്ടാളും എല്ലാവർക്കും കൊണ്ടുപോയി ലഡു ഒക്കെ കൊടുത്ത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഈ ആനെന്താ ഒന്നും അനുസരിക്കാത്ത? എനിക്കൊന്നും അറിയില്ല. പിന്നെ എത്തിക്ക് രണ്ടാൾക്കും ലഡു ഒക്കെ കൊടുത്തു. പിന്നെ അവിടുന്ന് ഓർക്ക് രണ്ടാൾക്കും ഓരോ ഗിഫ്റ്റും ഉണ്ടായിരുന്നേ. സെൽമക്കും കിട്ടി ഗിഫ്റ്റ് 2 ബലൂണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. വേറെ ഒന്നും കൂടെ ഉണ്ട്, ഇന്ന് വരെ ബർത്ത്ഡേയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.